ഇനി നമുക്ക് നമ്മുടെ ഒരു കോളറിലേക്ക് പോകാം. ഷീല എന്ന് പറയുന്ന ഒരു കോളർ വന്നിട്ടുണ്ട്, ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ എവിടെ? ഹലോ ഷീല ചേച്ചി, ഹായ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ചേച്ചി. ഡൽഹിയിൽ എന്തുണ്ട് വിശേഷം? ഡൽഹി സുഖമായിരിക്കുന്നു. ഇപ്പൊ മഴയാണ്, മഴക്കാലമാണ്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ഏത് ഭാഗത്താണ്, എവിടെയാണ് പ്രോപ്പർ? ഡൽഹി ഞാൻ മയൂർ വിഹാർ ഫേസ് 3. നമ്മളെപ്പോഴും വായിക്കുന്നതാണ്. നമ്മുടെ 24 ടീമിനെ അവിടെ അറിയാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ രാവിലെ ഉണരുമ്പോഴേ ഗുഡ് മോർണിംഗ് തൊട്ട് വെക്കുന്നതാണ് ഇത്. വൈകിട്ട് ഞങ്ങള് 11 മണി വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ചേച്ചി അവിടെ എന്താ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ? ഹോം മേക്കർ ആണോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അല്ലല്ല, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പ്രൈവറ്റില്, ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ ഒരു മോനാണ്, അവന് നെറ്റ്വർക്ക് എഞ്ചിനീയർ. നാട്ടില് ഞാൻ ചെങ്ങന്നൂര്. നാട്ടിലേക്കൊക്കെ എങ്ങനെയാ വരിക? ഇതുപോലെ അവധിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ആ സമയത്താണോ വരുന്നേ? അവധി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് ഡൽഹി തന്നെയാണോ? ഞാൻ 35 വർഷമായി. അതെ അതെ, ഒരുപാട് വർഷങ്ങൾ. അപ്പൊ ഡൽഹിയുടെ ആ മാറ്റമൊക്കെ കണ്ടറിഞ്ഞിട്ടുള്ള ആളാണല്ലേ? പക്ഷെ ഇപ്പോഴും മലയാളത്തെ ചേർത്ത് പിടിക്കുന്നു, മലയാളിയായിട്ട് തന്നെ ഡൽഹിയിൽ കഴിയാണ്. തീർച്ചയായും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയാ ദുരന്ത വാർത്തകൾ തന്നെയാണ്. വയനാടിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ഞങ്ങള് ഇത് 24 ആണ് ഞങ്ങള് റെഗുലറായിട്ട് വെക്കുന്നത്. നല്ല അവതരണമാണ്. പിന്നെ രാവിലെ ഗുഡ് മോർണിംഗ് ഞങ്ങള് SK സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കും. ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചി ഇങ്ങനെ നമ്മളെ നേരിട്ട് വിളിച്ച് അഭിപ്രായം പറയുന്നതിൽ കേട്ടോ. അപ്പോ ഇനിയും തുടരുക. നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. അന്നേരം തീർച്ചയായിട്ടും പോകുന്നതിന് ഞങ്ങൾക്കൊരു പാട്ട് കേൾപ്പിച്ചിട്ട് വേണം പോകാൻ. ഇതൊരു റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ ഉറപ്പായിട്ടും പാടുക. വിളിച്ചത് നന്ദി. അപ്പോ ഷീല ചേച്ചിയാണ് ഡൽഹിയിൽ നിന്ന് വിളിച്ചത്. ചെങ്ങന്നൂരുകാരിയാണ്. അവിടെ കുടുംബസമേതം 35 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഒരുപാട് വർഷങ്ങൾ ഡൽഹി കണ്ട് പരിചയിച്ച് അവിടെ ജീവിക്കുന്ന ഒരു മലയാളിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പൊ ഡൽഹിയിൽ നമുക്ക് പ്രേക്ഷകരുണ്ട്, ഒരുപാട് മലയാളികളുണ്ട്. അതെ, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഡൽഹിയിൽ നിന്നൊരു മലയാളിയോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.